എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. നിങ്ങൾക്കത് മണത്താ ഇവിടെ ഓടും. അതുപോലെ ഭർത്താവിന്റെ വിയർപ്പിന്റെ മണം അത് സ്നേഹമുള്ള ഭാര്യയ്ക്ക്. ഇപ്പൊ 2 ദിവസമായിട്ട് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന വീഡിയോസ് മൊത്തം ഈ രേണു സുധീന്റെയാണ്. രേണു ചോറ് കഴിക്കുന്നത് നോക്കൂ, രേണു എന്ത് സുന്ദരിയായിട്ടാണ് നടന്നു വരുന്നത്, രേണുവിന്റെ ആക്ടിങ് കണ്ടോ, രേണുവിന്റെ പുതിയ റീല് നോക്ക്, രേണു നോക്കി ചിരിക്കുന്നത് കണ്ടോ, രേണുവിന്റെ ആ റൊമാൻറ്റിക് നോട്ടം കണ്ടോ, എന്നിങ്ങനെയുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള വീഡിയോകളാണ് ഇങ്ങനെ പടപടാ വന്നുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു വീഡിയോ വരുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. നിങ്ങൾക്കത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണത്. കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പും ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോളൂ. അപ്പൊ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. അതിലൊരു കമന്റ് ഞാൻ വായിച്ചേൽപ്പിച്ചുതരാം. കണ്ടില്ലേ, അന്ന് പെർഫ്യൂം മണത്ത് കരഞ്ഞവൾ ഇപ്പോൾ പറയുന്നു വാട പോലും. ഭർത്താവ് മരിച്ചാൽ എന്ത്, ഭർത്താവ് ഇല്ല, അപ്പൊ പുതിയ വഴികൾ, ക്യാഷ് ആണ് മുഖ്യം. അപ്പൊ ഈ ഒരു കമന്റ് മാത്രമല്ല, ഈ ഒരു പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞ് പലരും നെഗറ്റീവ് കമന്റുകൾ എഴുതിയിട്ടുണ്ട്. ഇവക്ക് ആദ്യം ആ ഒരു പെർഫ്യൂം കൊടുത്തപ്പോ എന്തായിരുന്നു ഇപ്പൊ ഇവള് പറയുന്നത് കേട്ടോ, വാട പോലും. പിന്നെ ആ ഒരു പഴയ വീഡിയോ എടുത്തു വെച്ചും ഈ വീഡിയോ കോർത്തിണക്കിയൊക്കെ ഒരുപാട് വീഡിയോകൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അതും വളരെ നെഗറ്റീവ് രീതിയിലാണ് വീഡിയോകൾ മൊത്തം ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ആ ഒരു സ്പ്രേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭർത്താവിന്റെ വിയർപ്പിന്റെ മണം അത് സ്നേഹമുള്ള ഭാര്യയ്ക്ക് സ്വകാര്യമായി മണക്കാനുള്ളതാണ്. അത് മണമുള്ള സ്പ്രേ പോലെ പബ്ലിക് സ്പേസിൽ വന്ന് അടിച്ചു നടക്കാനുള്ളതല്ല. അങ്ങനെ അടിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അരോചകമായി തോന്നും എന്നാണ് രേണു സുധി പറയുന്നത്. അത് ശരിയാണ്. മറ്റുള്ളവർക്ക് അതൊരു മോശം മണമായിട്ട് മാത്രമാണ് തോന്നുള്ളൂ. സ്നേഹമുള്ളവർക്ക് മാത്രമാണ് ആ മണം ആസ്വദിക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ രേണു പറയുന്നുണ്ട്, രേണുവിന് ആ സ്മെല്ല് ഇഷ്ടമാണ്, രേണു ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കൂ. സ്പ്രേയുടെ കാര്യം ഇതാണ്. അപ്പൊ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഒരു വ്യക്തിയുടെ പുറകെ നടന്നിട്ട് സ്പ്രേ അടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഒന്ന് ആക്കി ചോദിക്കുന്നത് കൂട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ സ്പ്രേയുടെ കാര്യം പറഞ്ഞിട്ട് പലരും ആ സ്ത്രീയെ ഇതേപോലെ പരിഹസിക്കുന്നുണ്ട്. അപ്പം അവര് അതിനുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. ആ ഒരു മറുപടി ഇപ്പൊ ഒരു വൻ രീതിയിൽ നെഗറ്റീവ് ഫെയിമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിന്തിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ഉത്തരം തന്നെയാണ് വന്നത്. ആ ഒരു മണം എന്ന് പറയുന്നത് സ്നേഹമുള്ള ഒരു ഭാര്യയ്ക്ക് സ്വകാര്യമായിട്ട് ആസ്വദിക്കാനുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ രേണു സുധി അഭിനയിക്കുന്ന ആൽബത്തിന്റെ കമന്റുകളിലും റീലിന്റെ കമന്റുകളിലും എല്ലാം വരുന്നത് അഭിനയിക്കാൻ അറിയത്തില്ല, ആ എലി വന്നേ, തള്ളച്ചി എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകളാണ്. ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേ, ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ബോഡി ഷേമിംഗ് ആണ് രേണു സുധി ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കേറെ സന്തോഷം തോന്നിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഇത്രയധികം സുന്ദരനും സുന്ദരിമാരും ഉണ്ടല്ലോ എന്നാണ്. ഇത്രയധികം സൗന്ദര്യ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു രേണു സുധീനെ വിമർശിക്കുന്നത്. അപ്പൊ നമുക്ക് തെറ്റു പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. കാരണം ഇത്രയധികം സൂപ്പർ സുന്ദരിമാരും സൂപ്പർ സുന്ദരന്മാരുമാണല്ലോ ഈ കുട്ടി ഇങ്ങനെ വിമർശിക്കുന്നത് സൗന്ദര്യത്തിന്റെ പേരിൽ. ആയിക്കോട്ടെ, ഈ കമന്റ് എഴുതി ബോഡി ഷേമിംഗ് നടത്തുന്നവര് അവനവന്റെ ശരീരവും അവനവന്റെ കഴിവും എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. അവർക്ക് ഇഷ്ടം അഭിനയമാണ്, അവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അവർക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. അവരുടെ എന്ത് വീഡിയോ ഇട്ടാലും അത് വൈറലാവുന്നുണ്ട്. അതിലിപ്പോ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വൈറലാകും. നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും കൂടി പബ്ലിസിറ്റി കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇവിടെയുള്ള ആൾക്കാര് സന്ദർഭങ്ങൾക്കനുസരിച്ചിട്ട് ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരാൾ എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, ഒരാള് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ഉത്തരം പറയണം എന്നൊക്കെ നേരത്തെ ഒരു ഫോർമുല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫോർമുല പ്രകാരം നമ്മൾ ABCDEFG പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു മാരക പ്രശ്നമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇതേ പറ്റ് തന്നെയാണ് ഇവിടെ രേണു സുധിക്കും പറ്റിയിരിക്കുന്നത്. സുധിച്ചേട്ടന്റെ ഭാര്യ രേണു ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഇങ്ങനത്തെ ചോദ്യത്തിന് ഇങ്ങനെ പ്രതികരിക്കണം, ഇങ്ങനെ ചിരിക്കരുത്, ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ നിൽക്കരുത് എന്നിങ്ങനെയാണ് പലരുടെയും വിചാരം. ആ വിചാരങ്ങളാണ് ഓരോ വീഡിയോയുടെയും താഴെ ഇതേപോലെ നെഗറ്റീവ് കമന്റുകളായിട്ട് വരുന്നത്. അപ്പൊ എന്താണെങ്കിലും എനിക്ക് രേണുവിനോടാണ് പറയാനുള്ളത്, രേണുവിന്റെ ആഗ്രഹം എന്താണോ അതേപോലെ തന്നെ മുന്നോട്ട് പോവുക.
അപ്പൊ എല്ലാവരും പറയുന്നത് ഇതേപോലെ തുള്ളി കളിച്ച് പോയി ഒടുവിൽ രേണുസുതി ഇരുന്ന് കരയും എന്നാണ് എല്ലാവരും ഒരു മുൻവിധി രേണുസുതിയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്താണെങ്കിലും രേണുസുതി മാറ്റണം, നല്ല നിലയിലെത്തണം. ഇത് ഈ നെഗറ്റീവ് പറഞ്ഞവർക്കൊക്കെയുള്ള മറുപടി ആ ഒരു നല്ല സ്റ്റേജിൽ എത്തിയതിനു ശേഷം കൊടുക്കുക.